മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. സ്വർണ്ണക്കൊള്ള കേസുകളിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജാ സഹായിയായി ശബരിമലയിൽ എത്തുന്നത് 2007 തെളിവായി ചിത്രങ്ങൾ പുറത്ത്. അന്ന് ശബരിമല ഉത്സവകാല ചടങ്ങുകളിൽ പോറ്റി സജീവമായിരുന്നുവെന്ന് ചിത്രങ്ങളിലൂടെ വ്യക്തം. 19 വർഷം മുൻപ് മാതൃഭൂമി ഫോട്ടോഗ്രാഫർ PP രതീഷാണ് ഈ നിർണായക ദൃശ്യങ്ങൾ പകർത്തിയത്. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യം അത് വീണ്ടും മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ്. മാതൃഭൂമി ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യമാണ്, അതും 2007. ഇത് ആദ്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയ ചിത്രമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു പൂജാ സഹായി എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ണികൃഷ്ണൻ ആ റോളിൽ തന്നെ കയറിപ്പറ്റാൻ സാധിച്ചിരുന്നു അല്ലേ? പൂജ, ഗുഡ് മോർണിംഗ്. 19 വർഷം പഴക്കമുള്ളതാണ് ചിത്രങ്ങൾ. മാതൃഭൂമി ആർക്കൈവ്സിൽ നിന്നുള്ള ഈ ചിത്രങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2007 ആ റോളുമായി ബന്ധപ്പെട്ട നിർണായക തെളിവായി മാറുകയാണ്. പൂജാ സഹായിയായിട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത് എന്നത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷെ കൃത്യമായ കാലഘട്ടം, അത് ഏത് സമയത്തായിരുന്നു ഇതിന്റെ തുടക്കം എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതാണ് 2007 ശബരിമല ഉത്സവ കാലയളവിൽ പകർത്തിയ ഈ ചിത്രങ്ങൾ. കേവലം സഹായിയല്ല, തന്ത്രിയോടും അന്നത്തെ മേൽശാന്തിയോടും ഏറെ അടുപ്പം പുലർത്തുന്ന ആളായിരുന്നു അദ്ദേഹം എന്ന് വ്യക്തമാക്കുന്നതാണ്. അതായത് പൂജാവേളയിലൊക്കെ തന്നെ തന്ത്രിക്കും മേൽശാന്തിക്കും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന മുഖ്യ സഹായിയുടെ റോളായിരുന്നു അദ്ദേഹം എത്തിയ വേളയിൽ തന്നെ ലഭ്യമായത് എന്നാണ് ഈ ചിത്രങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ശ്രീഭൂത ബലി എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് മൂലബിംബം വഹിച്ചുകൊണ്ട് അന്നത്തെ മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരി ക്ഷേത്രം വലം വയ്ക്കുമ്പോൾ തൊട്ട് മുന്നിലായി കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ള ഒന്നാമത്തെ ചിത്രം. മറ്റൊന്ന്, തന്ത്രി കണ്ഠരര് രാജീവര് സോപാനത്ത് നമസ്കരിക്കുമ്പോൾ തൊട്ട് അരികിലായി ഉണ്ണികൃഷ്ണൻ പോറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബലി തൂകുന്ന വേളയിലും തൊട്ട് അടുത്തായി അദ്ദേഹത്തിന്റെ സ്ഥാനമുണ്ട്. ചുരുക്കത്തിൽ കേവലം സഹായിയല്ല, മറിച്ച് സുപ്രധാന റോൾ വഹിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട സഹായിയായിരുന്നു വന്ന ഘട്ടത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് ഈ ചിത്രങ്ങൾ പറയുന്നുണ്ട്. മറ്റൊന്ന്, ബാംഗ്ലൂരുവിലെ ഒരു ക്ഷേത്രത്തിൽ, അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയുടെ റോളിൽ നിന്നാണ് ശബരിമലയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭ്യമായ അവസരങ്ങൾ അദ്ദേഹം അധികാര സ്ഥാനങ്ങളുമായി ബന്ധപ്പെടാൻ വേണ്ടിയുള്ള ഒരു ചവിട്ടുപടിയായി ഉപയോഗിക്കുന്നു. അങ്ങനെ പിന്നീട് ആ ബന്ധം കൂടുതൽ ദൃഢപ്പെട്ട വേളയിൽ 2017 ശേഷം അദ്ദേഹം ഒരു സ്പോൺസറായി സ്വയം മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാംഗ്ലൂരിലെ ക്ഷേത്രത്തിൽ മുഖ്യ പൂജാരിയായിരുന്ന വേളയിലാണ് അദ്ദേഹം ഗോവർദ്ധനുമായി ബന്ധപ്പെടുന്നത്. ആ കാലഘട്ടം മുതൽ, അതായത് 2007 മുൻപ് തന്നെ അദ്ദേഹത്തിന് ഗോവർദ്ധനുമായി ബന്ധമുണ്ട്. ജ്വല്ലറി ഉടമയായിരുന്ന ആള്. ആ ബന്ധത്തിൽ നിന്നാണ് പിന്നീട് പങ്കജ് ഭണ്ഡാരിയുമായി അദ്ദേഹത്തിന് അടുപ്പം പുലർത്താൻ കഴിയുന്നത്. ഈ ബന്ധത്തിൽ നിന്നാണ് 2009 കാലയളവിൽ സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമലയിലെ ക്ഷേത്രം, അതായത് അനുബന്ധ ക്ഷേത്രമായിട്ടുള്ള ഒരു ഇടത്ത് ക്ഷേത്രത്തിന്റെ മേൽക്കൂര സ്വർണം പൂശുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ചുരുക്കത്തിൽ 2007 എത്തിച്ചേർന്നു. അപ്പോൾ തന്നെ സുപ്രധാനമായ റോളിലേക്ക് എത്തുന്നു. തന്ത്രിയുമായും അതോടൊപ്പം തന്നെ അന്നത്തെ മേൽശാന്തിയുമായും ഒക്കെ തന്നെ വളരെ അടുപ്പം പുലർത്തുന്ന ഒരു സഹായിയായി അദ്ദേഹം മാറുന്നു. 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം ഏറ്റെടുക്കാൻ പാകത്തിനുള്ള ഒരാളായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുന്നു. അതുകൊണ്ട് തന്നെയല്ലേ ഇയാളുടെ മേൽനോട്ടത്തിൽ തന്നെ 2009 സമയമാകുമ്പോഴത്തേ, അതായത് ഒരു 2 വർഷത്തെ ആ ഒരു ഗ്യാപ്പിനിടയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് അവിടെ എത്തുന്നത്. അതായത് ഈ ഒരു കാലം കൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്ലാനിങ് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കാം. അത് പക്ഷേ വേഗത്തിൽ കൂടിയായിരുന്നു, ആർക്കും കണ്ടെത്താൻ പറ്റാത്ത തരത്തിലായിരുന്നു ഓരോ ഇടപെടലും അല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രംഗപ്രവേശനം ആദ്യം ഉണ്ടാകുന്നു. പിന്നീട് മുൻ സുഹൃത്തുക്കളായിട്ടുള്ള, അതായത് ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവർ കൂടിയുള്ള ഒരു ആളുകളുടെ രംഗപ്രവേശനമാണ് പിന്നീട് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് 2009 മാളികപ്പുറം ക്ഷേത്രത്തിന്റെ മേൽക്കൂര സ്വർണം പൂശാൻ വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസ് അവതരിക്കുന്നത്. അങ്ങനെ, അതായത് ബാംഗ്ലൂരുവിലെ ഒരു ക്ഷേത്രത്തിന്റെ മേൽശാന്തിയായി മുഖ്യ പൂജാരിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ആർക്കൊക്കെയാണ് പങ്കുണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ
SIT അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ലഭ്യമായ അവസരങ്ങൾ അതിവിദഗ്ധമായ രീതിയിൽ അദ്ദേഹം അധികാര സ്ഥാനങ്ങളുമായി അടുപ്പം പുലർത്താൻ വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ ആ ബന്ധം ദൃഢമായ വേളയിലാണ് പിന്നീട് സ്പോൺസർമാരിലേക്ക് അല്ലെങ്കിൽ സ്വയം ഒരു സ്പോൺസറായി അദ്ദേഹം മാറുകയും ഒക്കെ തന്നെ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ദൃശ്യമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും മാതൃഭൂമി ന്യൂസ്, മാതൃഭൂമി ആർക്കൈവ്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ ഓരോന്നും മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ പുറത്തുവിടുന്നത് 2007 ചിത്രമാണ്.